ഇനി ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്ന കുറച്ച് വാതകങ്ങളുണ്ട്. ഇപ്പൊ ഏതൊക്കെയാണ് ഇവിടെ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. ഇത് മാത്രമല്ല ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇങ്ങനെ മുതലായ കുറെ വാതകങ്ങളുണ്ട്. കാർബണിന്റെ സംയുക്തങ്ങളെല്ലാം. അപ്പൊ ഇതെല്ലാം ഹരിതഗൃഹവാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ വാതകങ്ങൾ മാത്രം ഹരിതഗൃഹവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? ഈ വാതകങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഒരു ചെറിയ അളവിൽ കാണപ്പെടുന്നുണ്ട്. ഇവയാണ് അന്തരീക്ഷത്തെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് നിലനിൽക്കാൻ സഹായിക്കുന്നത്. ഇപ്പം ചൂട് ആഗിരണം ചെയ്ത് ഭൗമോപരിതലത്തിൽ സണ്ണിൽ നിന്നും വരുന്ന എനർജി, സൂര്യനിൽ നിന്നും വരുന്ന താപം ആഗിരണം ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അവയെ ആഗിരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള വാതകങ്ങളാണ്. അപ്പൊ ഈ ഒരു ചൂട് നിലനിർത്താൻ സഹായിക്കുന്ന, ഭൗമോപരിതലത്തിൽ ചൂട് ആഗിരണം ചെയ്ത് നിലനിർത്താൻ സഹായിക്കുന്ന വാതകങ്ങളെയാണ് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണിന്റെ എല്ലാ സംയുക്തങ്ങളും ഈ ഒരു ഹരിതഗൃഹവാതകങ്ങളിൽ വരുന്നതാണ്. കാർബൺ മോണോക്സൈഡ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? കാർബൺ മോണോക്സൈഡ് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഒരു കറുത്ത പുക കാണും അല്ലേ? ബേക്കിലൊരു കറുത്ത പുക കാണും. അപ്പൊ അതിലടങ്ങിയിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വാതകങ്ങളാണ് നമ്മുടെ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഹരിതഗൃഹവാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് കാണാം. ഇവിടെ ഭൂമിയുണ്ട് അല്ലെ? ഭൂമിയുണ്ട്, സൂര്യനുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എനർജി അല്ലെങ്കിൽ ഊർജം എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്? സണ്ണിൽ നിന്നാണ് അല്ലെ? നമുക്ക് ഇവിടെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ സൺ എനർജിയാണ്. അപ്പൊ ഈ ഒരു സണ്ണിൽ നിന്നും ആ ഒരു എനർജി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അത് സ്പേസിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഒരു സൂര്യനിൽ നിന്നും വരുന്ന സൂര്യതാപം അല്ലെങ്കിൽ സൺ എനർജി എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ആയിട്ടാണ് ഉപരിതലത്തിലേക്ക് എത്തുന്നത്. ഷോർട്ട് വേവ് അല്ലെങ്കിൽ ഹ്രസ്വ തരംഗങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ ഒരു സണ്ണിന്റെ എനർജി ഇവിടെ നിന്നും ഷോർട്ട് വേവ് ആയിട്ട് അല്ലെങ്കിൽ ഹ്രസ്വ തരംഗ രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കളും അന്തരീക്ഷവും അതുപോലെ ഇവിടെ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആഗിരണം ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എനർജി ലോങ് വേവ് ആയിട്ട് സ്പേസിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഷോർട്ട് വേവ് ആയിട്ട് വരുന്ന എനർജി ഉപയോഗശേഷം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നമ്മൾ തിരിച്ച് ബഹിരാകാശത്തേക്ക് ദീർഘതരംഗ രൂപത്തിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ലോങ് വേവ് ആയിട്ടാണ് സ്പേസിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഭാസം നടക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗ്യാസസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിതഗൃഹ വാതകങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട്, അതുപോലെ നീരാവി, പൊടികണങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു ഹരിതഗൃഹ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് പോകുന്ന അല്ലെങ്കിൽ ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയും. സൂര്യനിൽ നിന്നും ഷോർട്ട് വേവ് ആയിട്ട് എനർജി ഭൗമോപരിതലത്തിൽ എത്തുന്നു. ആ എനർജി നമ്മൾ ഉപയോഗശേഷം വീണ്ടും ലോങ് വേവ് ആയിട്ട് തിരിച്ച് സ്പേസിലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ തിരിച്ച് സ്പേസിലേക്ക് പോകുന്നതിനെയാണ്, ലോങ് വേവ് ആയിട്ട് സ്പേസിലേക്ക് ഈ ഒരു എനർജി പോകുന്നതിനെയാണ് ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി കംപ്ലീറ്റ് സ്പേസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൗമോപരിതലം എന്ന് പറയുന്നത്
ടെമ്പറേച്ചർ കുറഞ്ഞ് താപനില കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടും. അപ്പോൾ ഒരു മിനിമം ടെമ്പറേച്ചർ നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഒരു ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൗമോപരിതലം താപനില കുറയാതെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസും അതുപോലെ തന്നെ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി. ഈ നീരാവി ഗ്രീൻ ഹൗസ് ഗ്യാസ് എല്ലാം ഉപരിതലത്തിൽ ഉള്ളത് കൊണ്ടാണ് താപനില കുറയാതെ അന്തരീക്ഷം നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ താപനില കുറയാതെ ഈ ഒരു ഭൗമോപരിതലത്തിലെ ഭൗമ വികിരണം ആഗിരണം ചെയ്ത് താപനില ഈ ഭൗമോപരിതലത്തിൽ നിലനിർത്തുന്നതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ ഇങ്ങനെയുള്ള വാതകങ്ങളാണ്. ഈ വാതകങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചൂട് നിലനിർത്താൻ അല്ലെങ്കിൽ ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് നമ്മുടെ ഭൗമോപരിതലത്തിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ. അപ്പൊ ഇവ ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ താപനില നിലനിർത്തുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അല്ലേ? അപ്പൊ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കൂടുന്നത്? മാനുഷിക പ്രവർത്തനങ്ങൾ മൂലം ഗ്രീൻ ഹൗസ് ഗ്യാസസ് അന്തരീക്ഷത്തിൽ കൂടാൻ ഇടയാകുന്നു. ഇപ്പൊ നമ്മള് വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെ, ഫോസിൽ ഫ്യൂവൽസ് എല്ലാം അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം ഈ ഒരു അന്തരീക്ഷത്തില് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം കൂടുന്നു അല്ലെ. നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ഇങ്ങനെയുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ മൂലമാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആവശ്യത്തിൽ കൂടുതൽ അമിതമായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷത്തിന്റെ താപനില വല്ലാതെ ഉയരുന്നു, അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നത് കൊണ്ട് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു പരിധി വരെ ഉണ്ട്. അവയാണ് നമ്മുടെ അന്തരീക്ഷത്തെ ചൂടായിട്ട് അല്ലെങ്കിൽ താപനില സ്ഥിരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് കൂടുന്നു. ആ അളവ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? താപനില ഉയരും അല്ലെങ്കിൽ ചൂട് കൂടും. അങ്ങനെ ഈ ഒരു ചൂട് കൂടുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചൂട് കൂടുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉപരിതലത്തിൽ സംഭവിക്കും? നമ്മുടെ ഐസ് ക്യാപ്സ് ഉണ്ട് അല്ലെ, ഐസ് കവർ ചെയ്ത് കിടക്കുന്ന ഒരുപാട് റീജിയൻ ഉണ്ട് നോർത്തിലും സൗത്തിലും. അപ്പൊ ഈ റീജിയനിലെല്ലാം ഐസ് ഉരുകി നമ്മുടെ കടലിലെ സമുദ്രങ്ങളിലെ സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തുള്ള ആ ഒരു ജീവികൾ, ഒരുപാട് ജീവികൾ നിലനിൽക്കുക. ഈ ഒരു ഐസ് ക്യാപ്പിലൊക്കെ ഒരുപാട് ജീവികൾ ഉണ്ടാവും. അപ്പൊ അവിടെ ജീവിക്കുന്ന ജീവികളുടെ എല്ലാം വംശനാശം സംഭവിക്കും. അതുപോലെ തന്നെ വരൾച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അല്ലെ. നമ്മൾ അമിതമായിട്ട് ഫോസിൽ ഫ്യൂവൽസ് എല്ലാം ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം, ഇതെല്ലാം അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ ഈ ഒരു ഗ്യാസസിന്റെ അളവ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് കൂടുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഇത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു പിക്ചറാണ്. ഓൾറെഡി ഗ്രീൻ ആയിട്ട് ഉണ്ടായിരുന്ന നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ചൂട് കൂടി വരൾച്ച അനുഭവപ്പെടുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. ചൂട് കൂടി നമ്മുടെ ഉപരിതലം മൊത്തമായിട്ട് നശിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം ഓൾറെഡി ഉള്ള ആ ഒരു ടെമ്പറേച്ചറിൽ വർധന ഉണ്ടാവുന്നതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ഇനി അടുത്ത അന്തരീക്ഷത്തിലെ ഘടക വസ്തുക്കളിൽ ഒന്നാണ് പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പം നമ്മൾ വാതകങ്ങളെ കുറിച്ചാണ് ആദ്യം പഠിച്ചത്, ഗ്യാസസ്. ഇപ്പോൾ പലതരത്തിലുള്ള ഗ്യാസസ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും കണ്ടന്റ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ അങ്ങനെ
പെട്ടെന്ന് പൊടിപടലങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം ഇവ പക്ഷെ സൂക്ഷ്മമായിട്ടുള്ള പൊടിപടലങ്ങളായതുകൊണ്ട് അന്തരീക്ഷത്തിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇവ സഹായിക്കുന്നുമുണ്ട്. അപ്പം ഈ ഒരു അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് വിളിക്കുന്നു. ഇവിടെ നമുക്ക് ലാൻഡ് ഏരിയ കാണാം, അതുപോലെ തന്നെ ഒരു വാട്ടറിന്റെ പോർഷൻ അല്ലെങ്കിൽ ഓഷ്യൻ കാണാം. അപ്പം ഇവിടുന്ന് ജലം നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. അങ്ങനെ അതിനാണ് ഇവാപ്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതിന് ശേഷം അന്തരീക്ഷത്തിൽ ഇത് തങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ കപ്പാസിറ്റി മാക്സിമം കഴിഞ്ഞു കഴിയുമ്പോൾ അത് ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു, മേഘങ്ങളായിട്ട് രൂപീകരിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കണ്ടൻസേഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ മേഘരൂപീകരണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കണ്ടൻസേഷൻ ന്യൂക്ലി. അപ്പം ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് മേഘരൂപീകരണത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കണ്ടൻസേഷൻ ന്യൂക്ലി. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ മൊത്തത്തിൽ എയറോസോളുകൾ എന്നറിയപ്പെടുന്നു. അപ്പം ഈ ഒരു അന്തരീക്ഷത്തിൽ കാണുന്ന മൊത്തം പൊടിപടലങ്ങളെയും അറിയപ്പെടുന്ന പേരാണ് എയറോസോളുകൾ. അപ്പം ഈ ഒരു ഘനീകരണ മർമ്മം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ ഒരു എയറോസോളുകളെ തന്നെയാണ് നമ്മൾ ഘനീകരണ മർമ്മം എന്നും പറയുന്നത്. അപ്പം ഈ ഒരു പൊടിപടലങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്? നമ്മുടെ മരുഭൂമി, അതുപോലെ വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങൾ, മണ്ണ്, ഇവയിൽ നിന്നെല്ലാമാണ് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ എത്തുന്നത്. അപ്പം ഈ പൊടിപടലങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ അന്തരീക്ഷത്തിലെ കുറേ കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ഇതിലൊന്നാണ് മേഘരൂപീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സണ്ണിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ സൺ എനർജി വരുന്ന സമയത്ത് ഇവ സ്കാറ്ററിങ്ങിന് വേണ്ടിയിട്ടല്ല ഈ ഒരു കണ്ടൻസേഷൻ ന്യൂക്ലി അല്ലെങ്കിൽ നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് സഹായിക്കുന്നുണ്ട്. അപ്പം ഡസ്റ്റ് പാർട്ടിക്കിളിനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ്. ഒന്ന് കണ്ടൻസേഷൻ ന്യൂക്ലി അല്ലെങ്കിൽ ഘനീകരണ മർമ്മം, രണ്ട് എയറോസോളുകൾ. കണ്ടൻസേഷൻ ന്യൂക്ലിയെ തന്നെയാണ് അല്ലെങ്കിൽ ഘനീകരണ മർമ്മത്തെ തന്നെയാണ് നമ്മൾ എയറോസോളുകൾ എന്നും വിളിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ ഒരു നദിയുണ്ട് അല്ലേ? അപ്പം ഇതിൽ നിന്നും ഇവിടെ ചെറുതായിട്ട് ഇതാ നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ഈ ഒരു നദിയിലെ ജലം ചൂട് പിടിച്ച് നീരാവിയായി മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. നേരത്തെ പിക്ചർ നമ്മൾ വരച്ചതാണ്. അപ്പം ആ ഒരു ഉയർന്നു പൊങ്ങുന്ന നീരാവി അല്ലെങ്കിൽ ഇത് ജലകണികകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പം മൂന്നാമത്തെ ഘടകമാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മൂന്നാമത്തെ ഘടകമാണ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ജലബാഷ്പം. വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ജലബാഷ്പം ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പം ഈ ഒരു അന്തരീക്ഷത്തിൽ ജലബാഷ്പം, പൊടികണങ്ങൾ, അതുപോലെ തന്നെ വാതകങ്ങളാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഈ ഒരു ജലബാഷ്പം ചൂട് കൂടി ടെമ്പറേറ്റ് ആയിട്ടുള്ള റീജിയനിൽ കാണപ്പെടുന്ന ജലബാഷ്പത്തിൻ്റെ അളവാണ് 5%. മാക്സിമം 5% വരെ ആയിരിക്കും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജലബാഷ്പം കാണപ്പെടുന്നത്. ഇപ്പം ധ്രുവ പ്രദേശങ്ങളിലാണെങ്കിലോ വളരെ കുറവായിരിക്കും ജലബാഷ്പത്തിൻ്റെ അല്ലെങ്കിൽ ജലകണികകളുടെ അളവ് വളരെ കുറവായിരിക്കും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലായിരിക്കും ജലബാഷ്പത്തിൻ്റെ അളവ് കൂടുതൽ. അപ്പം അന്തരീക്ഷത്തിൽ മാക്സിമം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആ ഒരു ജലകണികളുടെ അളവാണ് 5% അല്ലെങ്കിൽ 5%. വരണ്ടതും തണുപ്പുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലും ജലബാഷ്പത്തിൻ്റെ അളവ് 1% താഴെയായിരിക്കും. അപ്പം ഈ ഒരു അന്തരീക്ഷത്തിലെത്തിയ ജലബാഷ്പം അല്ലെങ്കിൽ ജലകണികകൾ ആ ഒരു തങ്ങി നിൽക്കാനുള്ള അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനുള്ള കപ്പാസിറ്റി മാക്സിമം ആകുന്ന സമയത്ത് അത് പ്രിസിപ്പിറ്റേഷൻ ആയിട്ട് മഴയായിട്ടും മഞ്ഞായിട്ടെല്ലാം ഭൂമിയിലേക്ക് വീണ്ടും പതിക്കുന്നു. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെത്തിയ ജലബാഷ്പം ഇങ്ങനെ ഓരോ പ്രതിഭാസങ്ങളിലൂടെ വീണ്ടും എങ്ങോട്ട് തന്നെ എത്തുന്നു? ഭൂമിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് അന്തരീക്ഷത്തിലെ ഘടക വസ്തുക്കളെ കുറിച്ചാണ് അല്ലേ? അന്തരീക്ഷം എന്താണ്, അന്തരീക്ഷത്തിൽ എന്തെല്ലാമാണ് കാണപ്പെടുന്നത്.
പെട്ടെന്ന് അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ വാതകങ്ങളെ കുറിച്ച് മാത്രമേ ഓർക്കാറുള്ളൂ. പക്ഷെ എന്തൊക്കെയുണ്ട്? വാതകങ്ങളും അതുപോലെ തന്നെ ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ, അതുപോലെ തന്നെ പൊടികണങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇത് മൂന്നും സംയുക്തമായിട്ടാണ് നമ്മുടെ അന്തരീക്ഷം കാണപ്പെടുന്നത്. ഇപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ, രണ്ടാമതായിട്ട് കാണപ്പെടുന്നത് ഓക്സിജൻ, അതുപോലെ തന്നെ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസും അന്തരീക്ഷത്തിലുണ്ട്. അതുപോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അന്തരീക്ഷത്തിൽ 3 ഘടകങ്ങളാണുള്ളത്. 1 വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസസ്, 2 പൊടികണങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, 3 ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ.